പ്ലസ് ടു കോഴ കേസിൽ വിജിലൻസ് അന്വേഷണം റദ്ദാക്കിയതിൽ സന്തോഷമറിയിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. തിരഞ്ഞെടുപ്പിൽ നികേഷ് കുമാറിന്റെ പരാജയത്തിന് ശേഷം പ്രതികാരമെന്നോണം സർക്കാർ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഷാജി പറഞ്ഞു. സുപ്രീം കോടതി ഉത്തരവിന് ശേഷം ഒമാനിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അത്രമേൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അത്രമേൽ അപകടകരമായിട്ടുള്ള ഗൂഢാലോചനയും ഉണ്ടായിട്ടും ദൈവാനുഗ്രഹം കൊണ്ടാണ് അതിനെ മറികടക്കാൻ കഴിഞ്ഞത്. അതിലെ സത്യസന്ധതക്ക് പഠിച്ചവൻ നൽകിയിട്ടുള്ള പിൻബലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ആളുകളോട് ഈ കേസിൻ്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ നന്ദി പറയേണ്ടതുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടി കൂടെ നിന്നിട്ടുള്ള ആളുകൾ, ഒരുപടി ആളുകൾ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ, ഈ കേസിൻ്റെ തുടക്കത്തിൽ അദ്ദേഹമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇവരുടെ ഒരു പിന്തുണ, ഒരു പിൻബലം ചെറുതല്ലാത്ത വിധം കൂടെ ഉണ്ടായിരുന്നു. കേസിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും ഒട്ടും സംശയം മനസ്സിൽ പോലും വെക്കാതെ നെഞ്ചേറ്റി കൊണ്ട് നടന്ന പാർട്ടി പ്രവർത്തകന്മാരോടും ഈ സമയത്ത് നന്ദി പറയേണ്ടതുണ്ട്. പ്ലസ് ടു കോഴ കേസിൽ KM ഷാജിക്കെതിരായ വിജിലൻസ് അന്വേഷണം റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളുകയായിരുന്നു. കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഷാജിക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ ED നൽകിയ ഹർജിയും സുപ്രീം കോടതി തള്ളി. എന്തുതരം കേസാണിതെന്ന പരാമർശത്തോടെയാണ് ജസ്റ്റിസുമാരായ അഭയ് എസോ, അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവർ അടങ്ങിയ ബെഞ്ച് ഹർജികൾ തള്ളിയത്. ഭരണകൂടം ഒരാളെ വേട്ടയാടുമ്പോൾ നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ കഴിയൂ എന്നതിൻ്റെ ഉദാഹരണമാണിത്. തെരഞ്ഞെടുപ്പിൽ നികേഷിനു വേണ്ടി പരസ്യമായി പ്രവർത്തിച്ച ലീഗ് പ്രവർത്തകരെ പുറത്താക്കിയിരുന്നു. ഇയാളാണ് ആദ്യ പരാതിക്കാരൻ. ഇത് വിജിലൻസ് കേസെടുക്കാനാകില്ലെന്ന് കാട്ടി തള്ളി. പിന്നീട് 2020 ഇതേ കേസ് കുത്തിപ്പൊക്കിയാണ് തന്നെ വേട്ടയാടിയതെന്നും ഈ സമയം തന്നോടൊപ്പം നിന്ന തങ്ങൾ കുടുംബത്തിനോടുൾപ്പെടെ നന്ദി അറിയിക്കുന്നതായും ഷാജി പറഞ്ഞു. അഴീക്കോട് സ്കൂളിലെ പ്ലസ് 2 ബാച്ച് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. അന്ന് ഇതൊക്കെ കോഴയൊക്കെ ഈ സ്കൂള് ഒക്കെ അനുവദിച്ചൊക്കെ കഴിഞ്ഞ് 2016 തെരഞ്ഞെടുപ്പിൽ നികേഷിനെ തോൽപ്പിക്കുന്നതോടുകൂടെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ മത്സരം കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു മണ്ഡലം അഴീക്കോടായിരുന്നു. നിസ്സാരമായിട്ട് തന്നെ തോൽപ്പിച്ചു കളയാമെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. നികേഷിനെ ഇറക്കിയത് അതിനു വേണ്ടിയായിരുന്നു. ദയനീയമായ തോൽവി നികേഷ് ഏറ്റുവാങ്ങുകയും അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്ത ആ സമയം മുതൽ കള്ളക്കഥകളുടെ എന്നെ ഒതുക്കാനുള്ള ഭരണകൂട തന്ത്രങ്ങൾ ആരംഭിക്കുകയായിരുന്നു. കാരണം 2016 പിണറായി വിജയന്റെ ആദ്യ സർക്കാർ വരുന്നു. സർക്കാർ വരുന്നത് മുതൽ തന്നെ സ്വാഭാവികമായ ഒരു പ്രതിപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിയമസഭയിൽ നിർവഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കെതിരായിട്ടുള്ള വലിയ ഗൂഢാലോചനകളുണ്ടായി. അങ്ങനെയാണ് ഈ 2017 നികേഷ് കുമാറിനെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നികേഷിന്റെ കൂടെ പണിയെടുത്ത ഒരു ലീഗുകാരനായിട്ടുള്ള ഒരു നൗഷാദ് എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അദ്ദേഹമാണ് എനിക്കെതിരെ 2017 ഒരു കേസ് കൊടുക്കുന്നത്. ഉടൻ സർക്കാർ കിട്ടിയ ചാൻസ് എന്ന് കരുതി നിയമോപദേശം തേടി. കേസിൽ ഇതുവരെ വിജിലൻസ് രേഖപ്പെടുത്തിയ 54 പേരുടെയും മൊഴികൾ പരിശോധിച്ച ശേഷമാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. മൊഴി നൽകിയവരിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഷാജി പണം ആവശ്യപ്പെട്ടുണ്ടോ എന്നും പണം വാങ്ങിയോ എന്നും മൊഴി നൽകിയിട്ടുണ്ടോ എന്നും സുപ്രീം കോടതി ആരാഞ്ഞു. ഇത്തരമൊരു മൊഴിയുണ്ടെങ്കിൽ അത് കാണിക്കാൻ സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഭാഷകരോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പണം ആവശ്യപ്പെട്ടു വാങ്ങി തുടങ്ങിയ മൊഴികളല്ല വേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. 2014 അഴീക്കോട് സ്കൂളിലെ പ്ലസ് 2 ബാച്ച് അനുവദിക്കാൻ KM ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിലാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2020 രജിസ്റ്റർ ചെയ്ത കേസ് നേരത്തെ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നീരജ് കിഷോർ കൗളും സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷാദ് V ഹമീദുമാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. KM ഷാജിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ നിഖിൽ ഗോയൽ, അഭിഭാഷകൻ ഹാരിഷ് പീരാൻ എന്നിവരാണ് ഹാജരാകിയത്. എൻലൈറ്റ് ന്യൂസ്, ഒമാൻ.